കണ്ണൂരിൽ കെ സുധാകരനും എം പി ജയരാജനും നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുകയാണ്. കണ്ണൂരിൽ രതീഷ്, അതായത് 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി കെ ശ്രീമതി കണ്ണൂരിൽ ആദ്യം ജയിച്ചത്. അതിനുശേഷം 94,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ 1 ലക്ഷം വോട്ട് അധികം നേടിയാണ് സുധാകരൻ കഴിഞ്ഞ തവണ വിജയം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ ഒരൊറ്റ വോട്ടിന് ജയിച്ചാൽ മതി. അതാണ് അവിടുത്തെ ട്രെൻഡ്, അവിടുത്തെ ഫീല്, അവിടുത്തെ വൈരാഗ്യം, വാശി. ഒരൊറ്റ വോട്ട്, ഓരോ വോട്ടും നമ്മൾ കണ്ണിമറ്റിമാതെ കണ്ണൂരിൽ എണ്ണാൻ പോവുകയാണ്. ഫെലിക്സ് നമുക്കൊപ്പം ചേരുന്നു. ഫെലിക്സ്, വിജയം ആർക്കാണ് എന്ന ചോദ്യത്തിന് ഇനിയും അറിയാൻ ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് കൂടിയുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്ന കണ്ണൂർ ഒരു കോട്ടയാണ്. കോട്ട കോൺഗ്രസിന്റേതാണോ CPM-ന്റേതാണോ എന്ന മത്സരമാണ് അവിടെ നടക്കുന്നത്, എന്ന പോരാട്ടവും പോരടിക്കലുമാണ് അവിടെ നടക്കുന്നത്. അവസാന നിമിഷത്തെ ആകാംക്ഷ എത്രത്തോളം, എത്ര സമയത്തിനുള്ളിൽ അവിടെ ട്രെൻഡ് അറിയാൻ കഴിയും നമുക്ക്? രതീഷ് മാധു, തീർച്ചയായിട്ടും ആവേശകരമായ പോരാട്ടം തന്നെയാണ് കണ്ണൂരിൽ നടന്നത്. ആര് ജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾക്ക് പോലും പ്രവചിക്കാൻ കഴിയുന്നില്ല. തുല്യതയാണ് മിക്ക എക്സിറ്റ് പോളുകളും നൽകുന്നത്. അത്ര വാശിയേറിയ പോരാട്ടം നടന്നിട്ടുണ്ട്. ഏതായാലും 7 മണിയോടുകൂടിയായിരിക്കും സ്റ്റോർ റൂമുകൾ തുറക്കുക, EVM അടക്കം ടേബിളിലേക്ക് എത്തിക്കുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷം പോലും ഒരു ക്യാമ്പും പ്രവചിക്കുന്നില്ല എന്നതാണ്. കാരണം ഭൂരിപക്ഷം പ്രവചിക്കാൻ കഴിയുന്നില്ല, അത്ര വാശിയേറിയ പോരാട്ടം നടന്നിട്ടുണ്ട്. ഏതായാലും 2019 അവസ്ഥയല്ല എന്നറിയാം. അതുകൊണ്ട് 2014 എല്ലാവരും താരതമ്യം ചെയ്യുന്നത്. 2014 ആ പോളിംഗ്, അന്ന് ഓരോ റൗണ്ടിലും ആ സമയത്ത് കിട്ടിയ ലീഡ് 2024 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയായിരിക്കും ഈ ഓരോ റൗണ്ട് എണ്ണുമ്പോഴും നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലത്തെ അനുസരിച്ച് വിലയിരുത്താൻ കഴിയുക. ഏതായാലും ആദ്യ റൗണ്ടിൽ ആര് ലീഡ് ചെയ്യും എന്ന കാര്യത്തിൽ അതൊരു സൂചന തന്നെയായിരിക്കും. കാരണം 7 മണ്ഡലങ്ങളുമാണ് ഒരേ സമയം എണ്ണുന്നത്. ഒരു മണ്ഡലം അല്ലാത്തതുകൊണ്ട് തന്നെ 7 മണ്ഡലങ്ങളിലെ ഫലം ആദ്യ റൗണ്ടിൽ കിട്ടുമ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും വാശിയേറിയ പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ വോട്ടും നിർണായകമാണ്. ഏറ്റവും പ്രധാനം അവസാനം എണ്ണിത്തീരുന്നത് തളിപ്പറമ്പും ഇരിക്കൂറുമാണ്. എന്ന് വെച്ചാൽ ഇരിക്കൂർ UDF-ന്റെ കോട്ടയാണെങ്കിൽ തളിപ്പറമ്പ് LDF-ന്റെ കോട്ട. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ എണ്ണിത്തീരാതെ ആര് വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം അവസാനം എത്തുമ്പോൾ UDF-ന്റെയും LDF-ന്റെയും കോട്ട ഒരുപോലെ വരുന്നു എന്നതാണ്. ഏതായാലും തുടക്കത്തിൽ ആര് ലീഡ് ചെയ്യുന്നു എന്നതും വളരെ നിർണായകമായിരിക്കും. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് ഒരു 20,000 വോട്ടിന് വരെയും വിജയിച്ചേക്കാം കെ സുധാകരൻ എന്നതാണ്. പക്ഷേ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ്, മറുവശത്തെ KPCC പ്രസിഡന്റിന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടമാണ് UDF-നും LDF-നും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ C രഘുനാഥ്, അതായത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ C രഘുനാഥ് പിടിക്കുന്ന വോട്ട് വളരെ നിർണായകമാകും. ഒരുപക്ഷെ C രഘുനാഥിന് വോട്ട് കുറയുകയാണെങ്കിൽ ആ വോട്ട് കെ സുധാകരനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കെ സുധാകരൻ നേരത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം BJP വോട്ടുകൾ വരെ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ സുധാകരൻ പോയിട്ടുണ്ടോ എന്ന് നിർണായകമാണ്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളാണ് കണ്ണൂരിൽ അതീവ നിർണായകം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് പോയി എന്നത് വളരെ നിർണായകം. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തവണ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടർമാർ അധികമായി വന്നിട്ടുണ്ട്. ഈ 1 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് അത് LDF-ന് സ്വാധീനമുള്ള മേഖലയാണ്. മട്ടന്നൂരടക്കം തളിപ്പറമ്പ് അടക്കമുള്ള മേഖലയിലാണ് കൂടുതൽ വോട്ടർമാർ എത്തിയിട്ടുള്ളത്. ആ വോട്ടർമാർ ആർക്കൊപ്പം ചിന്തിക്കും എന്നത് വളരെ നിർണായകമാണ്.